ഹൂതികൾ ഒരു 100 മടങ്ങ് വളർന്നാലും ഇന്ത്യയോട് മുട്ടാൻ ആയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇത് ഹൂതികളെ സംരക്ഷിക്കുന്ന ഇറാൻ പോലും ഇന്ത്യയോട് മുട്ടി നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത രാജ്യമാണ്. പിന്നെ എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു? വരുന്നു മൂന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നതിൽ യാതൊരുവിധ അതിശയോക്തിയുമില്ല. കാരണം എന്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ പ്രശ്നത്തിൽ ഇന്ത്യ ഇടപെടുന്നില്ല, പക്ഷേ ഹൂതികൾ ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലുകൾ ആക്രമിക്കുന്നതും ഇപ്പോൾ പല കപ്പലുകളുമായി ചെങ്കടലിൽ വെച്ച് ഹൂതികൾ ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയോട് മുട്ടാൻ ഒരിക്കലും ഹൂതികൾ ആയിട്ടില്ല. ഹൂതികൾ ഒരു 100 മടങ്ങ് വളർന്നാലും ഇന്ത്യയോട് മുട്ടാൻ ആയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇത് ഹൂതികളെ സംരക്ഷിക്കുന്ന ഇറാൻ പോലും ഇന്ത്യയോട് മുട്ടി നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത രാജ്യമാണ്. പിന്നെ എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു? ഇന്ത്യൻ പതാക വഹിച്ച കപ്പലുകൾക്ക് വരെ ആക്രമണം ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് വരെ ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ നേവി 3 വാർഷിപ്പുകളെയാണ് ചെങ്കടൽ തീരത്തേക്ക് അയച്ചിരിക്കുന്നത്. ശരിക്കും ഈ മേഖലയിൽ ഏറ്റവും ശക്തമായ രാജ്യം ഇന്ത്യ തന്നെയാണ് എന്ന് പറയാം. കാരണം ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലിലും രാജാവാണ് ഇന്ത്യൻ നേവി. ഇന്ത്യൻ നേവിക്കുള്ള അത്രയും സ്വാധീനമൊന്നും ഒരു രാജ്യത്തിനും ഈ കടൽ വിഭാഗത്തിലില്ല. അതിലെയുള്ള ഇന്ത്യയുടെ തീരത്ത് നിന്ന് 200 നോട്ടിക്കൽ മൈൽ അകലെ വരെ ഒരു കപ്പലിന് ആക്രമണം നേരിടുക അവസ്ഥയുണ്ടായി. അവരെ രക്ഷിക്കേണ്ട അവസ്ഥ ഇന്ത്യൻ നേവിക്കുമുണ്ടായി. എന്തുകൊണ്ടാണ് ഇത്? ഇന്ത്യയെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിടുവാനാണോ അതോ ലോകം 2 ചേരിയിലേക്ക് പോവുകയാണോ? 1-ാം ലോക മഹായുദ്ധം നടന്ന പോലെ തന്നെ 2-ാം ലോക മഹായുദ്ധം നടന്ന പോലെ തന്നെ 3-ാം ലോക മഹായുദ്ധത്തിലേക്കാണോ പോകുന്നത് എന്ന് വേണം ഇതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട്. ഹൂതികളുടെ പ്രവർത്തനം കണ്ടാൽ അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് എന്ന് വേണം കരുതാൻ. കാരണം അന്താരാഷ്ട്ര കപ്പൽ ചാലാണ് ചെങ്കടലെടുക്കുകയെല്ലാം. ഇത് അന്താരാഷ്ട്ര കപ്പൽ ചാല് മുടക്കി കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും ഒന്നിക്കും. ഇപ്പോൾ വിശാലമായ ഒരു സഖ്യം തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിൽ എടുത്തിട്ടുണ്ടെങ്കിലും ഇന്ത്യ സ്വന്തം ടെറിട്ടറി പ്രദേശം സംരക്ഷിക്കാനായിട്ട് സ്വന്തമായിട്ട് കപ്പലുകളും വിമാനങ്ങളും വിന്യസിച്ചു എന്നാണ് അറിയാൻ. ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ. ഇത് ചെറിയൊരു തീപ്പൊരി മതി ഒരു വലിയ യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യ യമനെയോ ഇന്ന് നിലവിൽ ഒരു അറബി രാജ്യമായിട്ടോ യമനുമായിട്ടോ ഹൂതികളായിട്ടോ ഒന്നും ഇന്ത്യക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇന്ത്യയെ ഇവർ പ്രവോക്ക് ചെയ്യുന്നു, ഇന്ത്യയെ എന്തുകൊണ്ട് ചൊറിയുന്നു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുമ്പോഴും ചെറിയൊരു തീപ്പൊരി മതി. പഴയ കാലത്ത് മഹാത്മാഗാന്ധിയുടെ മൂല്യങ്ങളെല്ലാം സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ് എങ്കിലും സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗ് വരെയും ജീവിച്ചിരുന്ന ഒരു നാടാണ്. അപ്പോൾ ഇന്ത്യയെ ചൊറിഞ്ഞാൽ എന്തായാലും ഇന്ത്യ തിരിച്ചടിക്കും എന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ട് ഹൂതികളെ വെച്ച് ആരാണ് ഇന്ത്യയെ ചൊറിയുന്നത്? എന്താണ് ഇതിൻ്റെ ആവശ്യം? ഒരിക്കലും ഒരു ഇസ്രായേലിലുണ്ടായ ഒരു ഭീകരാക്രമണത്തിന് ഒരിക്കലും അനുകൂലിക്കാൻ എന്ന ഇന്ത്യയിൽ ആ ഭീകരാക്രമണത്തിന് ഇരയായവരാണ് ഇന്ത്യക്കാർ. അതുകൊണ്ട് ഒരിക്കലും അനുകൂലിക്കില്ല എന്നിട്ടും എന്തുകൊണ്ട് ഈ ഹൂതികൾ ഇന്ത്യക്കെതിരെ തിരിയുന്നു? ഇന്ത്യയെ വലിച്ചിഴയ്ക്കാനാണോ? ശരിക്കും ഇറാൻ്റെ കെയർ ഓഫിലാണ് ഹൂതികൾ. ഇറാനാണ് ആയുധങ്ങളും മറ്റും എല്ലാം ഹൂതികൾക്കായിട്ട് കൊടുക്കുന്നത്. പക്ഷേ ഈ ഇറാനെ സംരക്ഷിക്കാൻ രഹസ്യമായിട്ട് ചൈന, റഷ്യ പോലുള്ള രാജ്യങ്ങളുണ്ടെന്ന് പരസ്യമല്ലാത്ത രഹസ്യമാണ്. അപ്പോൾ പല രാജ്യങ്ങളും ഇത് മുതലെടുക്കുവാൻ പോകുന്നു എന്ന് വേണം കരുതാനായിട്ട്. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ബഹുരാഷ്ട്ര സേന തന്നെ കപ്പൽ വ്യൂഹമായിട്ട് ചെങ്കടൽ ലക്ഷ്യമാക്കി വരികയും അവിടെ തമ്പടിക്കുകയും പെട്രോൾ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പം നിലവിൽ കിട്ടുന്ന റിപ്പോർട്ട്. എന്തുകൊണ്ട് ഈ യമൻ തീരത്ത് ഈ ഇസ്രായേലിനോടുള്ള പക എന്തുകൊണ്ട് മറ്റു രാജ്യങ്ങളുടെ കപ്പലിനെ ആക്രമിച്ച് തീർക്കുന്നു? ആദ്യം ഹൂതികൾ പറഞ്ഞു ഇസ്രായേലിൻ്റെ കപ്പലുകൾ മാത്രമേ ആക്രമിക്കുകയുള്ളൂ എന്ന്. ഇപ്പോൾ ആക്രമണം വിപുലപ്പെടുത്തിയിരിക്കുകയാണ്. അവർക്ക് ശക്തമായ ആയുധങ്ങളും മറ്റും അമേരിക്കയുടെ കപ്പലിനെ വരെ ആക്രമിക്കാനുള്ള ആയുധങ്ങൾ മറ്റും ഹൂതികൾക്ക് ഒരു കാരണവശാലും ഉണ്ടാവാൻ സാധ്യതയില്ല. അത് ഇറാനോ ചൈനയോ റഷ്യ പോലുള്ള രാജ്യങ്ങൾ രഹസ്യമായിട്ട് കൊടുക്കാനാണ് സാധ്യത. ശരിക്കും ലോകം 2 ചേരിയിലേക്കാണോ പോകുന്നത് എന്ന് വേണം കരുതാനായിട്ട്. ചെറിയൊരു തീപ്പൊരി മതിയും ഈ 3-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനായിട്ട്. കാരണം ലോകത്തിൻ്റെ ഇന്നത്തെ സാഹചര്യം അതാണ്. ഉക്രൈനിലും മറ്റും യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ മറ്റൊരു സ്ഥലത്തൊരു യുദ്ധമുഖം തുറക്കേണ്ടത് പല രാജ്യങ്ങളുടെ ആവശ്യമാണ്. ഇങ്ങനൊരു യുദ്ധമുഖം തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൻ ആയുധ കച്ചവടവും മറ്റും നടത്താനായിട്ട് മറ്റു പല രാജ്യങ്ങൾ അതിൽ കണ്ണുനൊട്ടിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ
ഭാരതം എന്നാൽ ഒരു സമാധാന പ്രേമികളുടെ രാജ്യമാണ്. ഭാരതം ഇന്നും ഒരു രാജ്യത്തെ അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടില്ല. നമ്മളെ ആക്രമിക്കാൻ വന്നപ്പോൾ നമ്മൾ പ്രതിരോധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതുമാതിരി ഹൂതികൾ എന്തുകൊണ്ട് ഈ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയെയും വലിച്ചിഴക്കാൻ പോവുകയാണോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് ഉത്തരവാദിത്തപരമല്ലാത്ത യാതൊരുവിധ പ്രവൃത്തിയും ചെയ്യില്ല. ഒരു മൂന്നാം ലോക മഹായുദ്ധം നടക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരിക്കലും അതിന് ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തി, ഈ ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തി, ലോകത്തിലെ 4ാമത്തെ സൈനിക ശക്തി, ഇത് ഒരു 20 കൊല്ലോടും കഴിയുമ്പോൾ ലോകത്തിലെ 2ാമത്തെ സാമ്പത്തിക ശക്തി, ഒരു 50 കൊല്ലത്തിന് ശേഷം 1ാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ വെമ്പൽ കൊള്ളുകയാണ് നിലവിൽ ഭാരതം. അതിൻ്റെ അണിയറയിലാണ്. എങ്കിലും ഇതുമാതിരി ഭാരതത്തോട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയും അംഗീകരിക്കാൻ ഭാരതം തയ്യാറാവില്ല എന്ന് വേണം കരുതാൻ. അതിനായിട്ട് എന്ന് വേണം കരുതാൻ. ഇന്ത്യൻ നേവി സദാ ജാഗരൂകരാണ്. ഇന്ത്യൻ നേവിയുടെ നിലവിൽ 3 കപ്പലുകളാണ്. ഒരു വിമാനവും ഹെലികോപ്റ്ററും ഡ്രോണുകളടക്കമുള്ള പ്രതിരോധ സാമഗ്രികളും മിസൈൽ വേദ കപ്പലുകളുമാണ് ഇപ്പോൾ ചെങ്കടൽ കേന്ദ്രീകരിച്ച് പെട്രോൾ നടത്തുന്നത്. അപ്പോൾ ഇന്ത്യയോടുള്ള ഇന്ത്യൻ കപ്പലുകൾക്ക് സംരക്ഷണം ഒരുക്കുക എന്ന് മാത്രമാണ് ഇന്ത്യൻ കപ്പലുകളുടെ ദൗത്യം. ഹൂതികൾ ഹമാസിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നും ഹൂതികളെ സംരക്ഷിക്കുന്നത് ഇറാനാണ് എന്നും ഹമാസിനെ സംരക്ഷിക്കുന്നതും ഇറാനാണ് എന്നും പരസ്യമായ രഹസ്യമാണ്. ഈ രഹസ്യം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് ശരിക്കും ഇറാനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ 2 ബോംബ് സ്ഫോടനങ്ങളാണ്. 200ഓളം പേര് മരിച്ചു എന്നാണ് അനൗദ്യോഗിക കണക്കുകൾ പുറത്തു വരുന്നത്. പക്ഷേ ഇതൊരു യുദ്ധത്തിൻ്റെ തുടക്കമെന്ന് വേണം കരുതാനായിട്ട്. ഇതിനെ തിരിച്ചടിയായിട്ട് ഇറാൻ എന്തായാലും രംഗത്ത് വരും എന്ന് ഉറപ്പാണ്. ഇറാൻ മാത്രമല്ല, ഇതിനെ എതിർത്തുകൊണ്ട് ഇറാൻ രംഗത്ത് വന്നാൽ എതിർക്കാനായിട്ട് ഹൂതികളെ എതിർക്കാനായിട്ട് സൗദി അറേബ്യ രംഗത്ത് വരും. അപ്പോൾ ഇത് ലോകം 2 ചേരിയായി. സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സഖ്യകക്ഷിയെ പോലെ ഉള്ള ഒരു രാജ്യമാണ്. അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന, യൂറോപ്പിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇറാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഷ്യയുടെയും ചൈനയുടെയും കൂടെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഈ എല്ലാ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണ് ഉള്ളത്. ഇറാൻ്റെ തന്നെ ചബഹാർ തുറമുഖം ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങളായിട്ട് ഉപയോഗിച്ചു പോരുന്നതാണ്. അപ്പോൾ ഇന്ത്യ ഒരിക്കലും ഒരു ചേരിയിലും പെടാത്ത രാജ്യമാണ്. എങ്കിലും ഇന്ത്യയുടെ സ്വാഭാവികമായ, അതായത് ഗതാഗതം തടസ്സപ്പെടുത്തിയാൽ അത് എന്തായാലും ഹൂതികളായാലും ആരായാലും തിരിച്ചടി ഉറപ്പാണ്. അപ്പോൾ പല രീതിയിലുള്ള പല വിഷയങ്ങളും പല യുദ്ധങ്ങളും പല മേഖലയിലേക്കും കടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കമാണ് എന്ന് പറയാൻ കാരണം ഒന്നാം ലോക മഹായുദ്ധവും 2ാം ലോക മഹായുദ്ധവും ഉണ്ടായ സാഹചര്യങ്ങൾ കണക്കിലെടുത്താൽ ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിന് എല്ലാ സാധ്യതകളും തുറന്നിട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.